അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗസ്ഥന്മാർ, അതായത് പോളിംഗിന് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. പോളിംഗ് സ്റ്റേഷനിൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ് ഓഫീസർ എന്നിവർക്കൊന്നും പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് മാറി അവരുടേതായ പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളവരെ ആബ്സെന്റ് വോട്ടേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എസെൻഷ്യൽ സർവീസിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകും. അവർക്കും വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് സ്റ്റേഷനിൽ എത്താൻ കഴിയുകയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പോസ്റ്റൽ ബാലറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇണക്കുക എന്നുള്ളതാണ് ഈ VFC PVC എന്ന് പറഞ്ഞ സെന്ററുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് പോളിംഗിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി ഫോം നമ്പർ 12 എന്ന് പറഞ്ഞ അപേക്ഷ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പോസ്റ്റൽ ബാലറ്റ് നൽകുന്നു. ആ പോസ്റ്റൽ ബാലറ്റ് നൽകുന്നത് അവരുടെ വീടുകളിലേക്ക് അയച്ചുകൊണ്ടല്ല. അതിനുവേണ്ടി വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞ VFCയും എസെൻഷ്യൽ സർവീസിലുള്ളവർക്ക് വേണ്ടി പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ എന്ന് പറഞ്ഞ PVCയും സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലെ, താങ്കളെ പോലെയുള്ളവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലെ പോസ്റ്റ് ചെയ്യുന്നു. അതായത് ആലപ്പുഴ ജില്ലയിൽ തന്നെ 9 LACകൾ ഉണ്ടെങ്കിൽ ആ 9 LACകളിലെയും പോളിംഗിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി സെക്കൻഡ് ലെവൽ ട്രെയിനിങ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാളെയും മറ്റന്നാളെയും ഒക്കെ ആയിട്ട് സെക്കൻഡ് ലെവൽ ട്രെയിനിങ്. അപ്പൊ ഫസ്റ്റ് ലെവൽ ട്രെയിനിങ് 25, 26, 27 തീയതികളിൽ നടന്നു കഴിഞ്ഞു. അപ്പൊ ഈ 25, 26, 27 തീയതികളിൽ ഫസ്റ്റ് ലെവൽ ട്രെയിനിങ്ങിന് വന്ന ഉദ്യോഗസ്ഥന്മാര് ഫോൺ നമ്പർ 12 എന്ന് പറഞ്ഞ പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷ നൽകുകയും അവരുടെ അപേക്ഷ അതാത് ആർഒമാരുടെ കേന്ദ്രങ്ങൾ, റിട്ടേണിംഗ് ഓഫീസർമാരുടെ കേന്ദ്രങ്ങളിൽ എത്തുകയും അവിടെ നിന്നും അവർക്ക് വേണ്ടിയുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഈ VFC കേന്ദ്രങ്ങളിലേക്ക് നൽകും. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പോസ്റ്റൽ ബാലറ്റ് വീടുകളിലേക്ക് അയക്കുകയില്ല. എന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സെക്കൻഡ് ലെവൽ ട്രെയിനിങ്ങിന് വേണ്ടി വരുമ്പോൾ അതാത് കേന്ദ്രങ്ങളിൽ, ഈ ട്രെയിനിങ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ട് ചെയ്യുവാൻ വേണ്ടി വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കുകയാണ്. അവിടെ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു പോളിംഗ് ഓഫീസർ ഉണ്ടാകും. പിന്നെ അവിടെ വീഡിയോഗ്രാഫർ ഉണ്ടാകും. പോളിംഗ് ഏജന്റുമാരുണ്ടാകും. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുണ്ടാകും. അത്തരത്തിലുള്ള ആ ഒരു VFCയിലേക്ക് വരുന്ന വോട്ടർമാർ അവര് പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചിട്ടുള്ളവരായിരിക്കും. അവരുടെ യഥാർത്ഥ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യേണ്ട പോളിംഗ് സ്റ്റേഷൻ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അവിടുത്തെ RO തയ്യാറാക്കി നൽകുന്ന പോസ്റ്റൽ ബാലറ്റുകൾ ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. ഈ വരുന്നവരുടെ പോസ്റ്റൽ ബാലറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കേന്ദ്രത്തിൽ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നവർ വോട്ട് ചെയ്യാൻ വേണ്ടി, പോസ്റ്റൽ ബാലറ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഉദ്യോഗസ്ഥന്മാരുടെ ഐഡന്റിറ്റി നമ്മൾ ബോധ്യപ്പെടണം. അപ്പോൾ അവർ ലിസ്റ്റിലുള്ളവരായിരിക്കാം. ആ ലിസ്റ്റിലുള്ളവരുടെ പേര് വിവരങ്ങൾ അതിലുണ്ടാകും. അതോടൊപ്പം തന്നെ അവരുടെ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരും. ചിലപ്പോൾ ഇലക്ഷൻ ID കാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആകാം. അതുപോലെ ഉള്ള ID കാർഡ്സുകളുണ്ട്. അതുമായിട്ട് വന്ന് ഇദ്ദേഹത്തെ യഥാർത്ഥ വോട്ടറാണ് എന്ന്, പോസ്റ്റൽ ബാലറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള വോട്ടറാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഈ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിന്റെ ആ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ഈ വരുന്ന വോട്ടർക്ക്. അതായത് ഇവിടെ നിന്നും ഈ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വരുന്ന വോട്ടർ അദ്ദേഹം 13A എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ ഒപ്പിട്ട് നൽകണം. 13A ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 13A എന്ന് പറഞ്ഞ ആ ഡിക്ലറേഷൻ ഇത് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. 13A ഡിക്ലറേഷൻ വോട്ടർ
ചെയ്യുന്ന പ്രഖ്യാപനം, സമ്മതിദായകൻ ചെയ്യുന്ന പ്രഖ്യാപനം എന്ന് പറഞ്ഞുകൊണ്ട് ഡാഷിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അവിടെ ഇന്ന നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് രേഖപ്പെടുത്താം. എന്നിട്ട് ആ വോട്ടർ മുകളിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡാഷ് ക്രമനമ്പറുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പർ തന്നിട്ടുള്ളത് എനിക്കാണെന്ന് ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു എന്ന് ഉള്ള വേഡിങ്സ് ഉണ്ട്. താഴെ ഈ വോട്ടർ ഒപ്പ് രേഖപ്പെടുത്തണം, അദ്ദേഹത്തിന്റെ മേൽവിലാസം രേഖപ്പെടുത്തണം, ഇടതുവശത്ത് തീയതി രേഖപ്പെടുത്തണം. ഈ 13A എന്ന് പറഞ്ഞ വോട്ടർ സമർപ്പിക്കുന്ന ഡിക്ലറേഷൻ നമ്മുടെ ആ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിലുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ, ഇതിനു വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇത് അറ്റസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിന്റെ ഒപ്പ്. അതിലിങ്ങനെയാണ് ഒപ്പ് സാക്ഷ്യപ്പെടുത്തുന്നത്, അറ്റസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മുകളിൽ പറയുന്നത് എനിക്ക് നേരിട്ട് അറിയാം, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നയാൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്, എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സെന്റൻസിന് താഴെ ആരെങ്കിലും ബോധ്യപ്പെടുത്തി തരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഈ അറ്റസ്റ്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ വലതുവശത്ത് ഒപ്പിടുക. അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിലുള്ള, ഇപ്പൊ നിലവിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്നുള്ള നിലയിലാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് ഡെസിഗ്നേഷൻ അവിടെ രേഖപ്പെടുത്തി അഡ്രസ്സും രേഖപ്പെടുത്തുക, ആദ്യം പറഞ്ഞതിൽ ഒപ്പും രേഖപ്പെടുത്തുക. അങ്ങനെയുള്ള ഈ 13A ഡിക്ലറേഷൻ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ വാങ്ങണം. ഇത് ഈ പറയുന്ന രീതിയിൽ അറ്റസ്റ്റ് ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ പോസ്റ്റൽ ബാലറ്റിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥിയുടെ നേരെ ടിക്കിടാം, അല്ലെങ്കിൽ ഒരു ക്രോസ് മാർക്ക് വരയ്ക്കാം. ഇത്തരത്തിൽ അദ്ദേഹത്തിന് ആ പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്യാം. ഈ വരുന്ന വോട്ടറുടെ ഇടതു കൈയിലെ ആ ചൂണ്ടുവിരലിലാണ് മഷി അടയാളം രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ ആ പോളിംഗ് ഓഫീസർ അത് രേഖപ്പെടുത്തുക. നമുക്ക് തന്നിട്ടുള്ള ഫോമിൽ, ലിസ്റ്റിൽ ഈ വന്നയാളുടെ പേര് നേരെ ടിക്കിടുക. നമുക്കൊരു പ്രത്യേകമായ അനക്ഷർ 5ഉം 6ഉം ഒക്കെ തന്നിട്ടുണ്ടാകും. അത് 17A രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ഉണ്ട്. സാധാരണ പോളിംഗ് സ്റ്റേഷനിൽ വരുന്ന വോട്ടർമാരുടെ അത്യാവശ്യ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്ന അതേപോലുള്ള ഫോമുകൾ നമുക്ക് നൽകിയിട്ടുണ്ടാകും. ആ ഫോമില് ഒന്നാമത് സീരിയൽ നമ്പർ രേഖപ്പെടുത്തുന്നു, രണ്ടാമത് നമുക്ക് നൽകിയിട്ടുള്ള ലിസ്റ്റിൽ ഈ വോട്ടറുടെ സീരിയൽ നമ്പർ എത്രയാണോ അത് ഈ രണ്ടാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ കോളത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ID കാർഡ്, ഇലക്ഷൻ ഫോട്ടോ ID കാർഡ് ആണെങ്കിൽ എപ്പിക് എന്നും, ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ DL എന്നും, അതുപോലെ എന്താണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് നമ്മൾ നാലാമത് അദ്ദേഹത്തിന്റെ ഒപ്പും അല്ലെങ്കിൽ തമ്മിൽ പ്രശ്നം നമ്മൾ വാങ്ങിയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 17A എന്ന് പറയുന്ന രജിസ്റ്ററിന് തുല്യമായിട്ടുള്ള ആ ഫോമിൽ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഓരോ വോട്ടറും കടന്നു വരുമ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിയിരിക്കണം. അങ്ങനെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് അവിടെ സജ്ജീകരിച്ചിരിക്കണം. ആ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന പോസ്റ്റൽ ബാലറ്റ്, ആ പോസ്റ്റൽ ബാലറ്റിന് ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും. ആ പോസ്റ്റൽ ബാലറ്റ് ഒരു റെസിപ്റ്റ് കുറ്റി കണക്ക് ഒന്നിലധികം 40-50 ഉണ്ടാകും. അതിൽ നിന്നും കൗണ്ടർ ഫോയിലിൽ നിന്ന് നമ്മൾ കീറി എടുക്കുന്ന പോസ്റ്റൽ ബാലറ്റ് ഉണ്ടാകും. അപ്പൊ ആ കൗണ്ടർ ഫോയിലിൽ ഈ വോട്ടറുടെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഏത് പോളിംഗ് സ്റ്റേഷൻ നമ്പറിലാണോ അദ്ദേഹം ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് ആ കൗണ്ടർ ഫോയിലിൽ രേഖപ്പെടുത്തണം. ഈ 13A എന്ന് പറഞ്ഞ ഡിക്ലറേഷനിൽ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയിരിക്കണം. എന്നിട്ട് അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് ആരുടെയും പ്രേരണയൊന്നും ഇല്ലാതെ തന്നെ വോട്ട് ചെയ്ത് തിരികെ കൊണ്ടുവരുന്ന ആ പോസ്റ്റൽ ബാലറ്റ് 13B എന്ന് പറഞ്ഞ ചെറിയ കവർ, ഈ കാണുന്നത് പോലെയുള്ള ചെറിയ കവർ, ഇത് 13B എന്ന് പറഞ്ഞ ചെറിയൊരു കവറാണ്. ഇതിൽ ഇലക്ഷൻ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ളത് രേഖപ്പെടുത്താനുണ്ട്. ഇലക്ഷൻ ടു ഡാഷ് എന്നാണ്. ഈ പോസ്റ്റൽ ബാലറ്റ് പേപ്പറിന്റെ, അദ്ദേഹത്തിന് നൽകിയ പോസ്റ്റൽ ബാലറ്റ് പേപ്പറിന്റെ സീരിയൽ നമ്പർ അതിവിടെ രേഖപ്പെടുത്തണം. ഞാൻ പറഞ്ഞ പോസ്റ്റൽ ബാലറ്റിന്റെ സീരിയൽ നമ്പർ ഈ ചെറിയ 13B എന്ന് പറഞ്ഞ കവറിൽ രേഖപ്പെടുത്തണം. എന്നിട്ട് ആ വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റ് ഈ കവറിൽ ഇട്ടിട്ട്
ഒട്ടിക്കണം. അങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടാവും, ഒട്ടിക്കുക. അങ്ങനെ ഈ ചെറിയ കവറിൽ പോസ്റ്റൽ ബാലറ്റ് ഇട്ട് ഒട്ടിച്ചിട്ടുള്ളത്, വോട്ട് ചെയ്ത ആ പോസ്റ്റ് ബാലറ്റ് ഇട്ട് ഒട്ടിച്ചിട്ടുള്ള ഈ ചെറിയ കവറിനോടൊപ്പം ഇപ്പോൾ പറഞ്ഞ 30 എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ, വോട്ടർ ഒപ്പിട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ പോസ്റ്റ് ബാലറ്റിന്റെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഡെസിഗ്നേറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഡിക്ലറേഷൻ ഈ ചെറിയ കവറും കൂടി 13C എന്ന് പറഞ്ഞ ഈ വലിയ കവറിൽ, 13C എന്ന് പറഞ്ഞ വലിയ കവറിൽ ഇടണം. 13C എന്ന വലിയ കവറിലിട്ട് ഇത് ഒട്ടിക്കുക. അതോടൊപ്പം തന്നെ ഈ വലിയ കവറിൽ വോട്ടറുടെ ഒപ്പ് രേഖപ്പെടുന്നത്, അതായത് സിഗ്നേച്ചർ ഓഫ് സെൻഡർ എന്ന് പറഞ്ഞ് പ്രത്യേക സ്പേസ് തന്നിട്ടുണ്ട്. ഈ വശത്തായിട്ട്, ഈ കവറിന്റെ ഇടതുവശത്ത് ആയിട്ട് അവിടെ ഈ വോട്ടറുടെ ഒപ്പ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ടു ദ റിട്ടേണിംഗ് ഓഫീസർ, ഏത് റിട്ടേണിംഗ് ഓഫീസർക്കാണോ നമ്മൾ ഇത് അയച്ചു കൊടുക്കേണ്ടത്, ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ നമ്മൾ ഉൾക്കൊള്ളുന്ന വോട്ടുള്ള ആ നിയമസഭാ മണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി, ഫോർ ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് മെറ്റൽ ബോക്സിൽ, തന്നിട്ടുള്ള മെറ്റൽ ബോക്സിൽ ആ പോളിംഗ് സ്റ്റേഷനിൽ തയ്യാറാക്കിയിട്ടുള്ള, അതായത് VFC അല്ലെങ്കിൽ PVC എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് ഇടേണ്ട ബോക്സിൽ, മെറ്റൽ ബോക്സിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ വരുന്ന വോട്ടറുടെ വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാകും. അത് നമ്മൾ ടിക്ക് ഇടുക. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന വരുന്ന വോട്ടർമാരുടെ വിവരങ്ങൾ തയ്യാറാക്കുന്ന നേരത്തെ പറഞ്ഞ 17A തുല്യമായിട്ടുള്ള ആ രജിസ്റ്റേർഡ് ഫോമിൽ ആവശ്യമുള്ള രേഖപ്പെടുത്തലുകൾ 1 by 1 ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എത്ര വോട്ടർമാർ വന്നു എന്ന് ആ ലിസ്റ്റിൽ ടിക്കറ്റ് നോക്കിയാൽ നമുക്കറിയാം. എത്ര പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അതിന്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും. ഈ 17A തുല്യമായ രജിസ്റ്റർ ഫോമിൽ നമ്മൾ രേഖപ്പെടുത്തുന്നതൊക്കെ ടാലിയായി നിർത്തും. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, വോട്ട് ചെയ്യാൻ ഈ വരുന്ന ഉദ്യോഗസ്ഥന് വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് സൗകര്യം ഒരുക്കുന്നത് പോളിംഗ് ഏജന്റുമാർക്കും കാണാൻ കഴിയും. അങ്ങനെ അത് വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിന്നും കളക്ട് ചെയ്ത് മറ്റൊരു കവറിലിട്ട് പ്രത്യേകമായ ബാഗിൽ ഇട്ടിട്ട് ആ ബാഗിൽ വേണ്ട രേഖപ്പെടുത്തൽ, ഇത്രാം തീയതി എന്നും ഇന്ന പോളിംഗ് ഇന്ന നിയോജക മണ്ഡലം, നിയമസഭാ മണ്ഡലങ്ങളിലേക്കൊന്ന് തരം തിരിച്ചിട്ട് വലിയ കവറിലിട്ട് അത് സെപ്പറേറ്റ് ബോക്സിലേക്ക് മാറ്റി സ്ട്രോങ് റൂമിലേക്ക് മാറ്റേണ്ടതുണ്ട്. അങ്ങനെയാണ് വൈകുന്നേരം അവസാനിക്കുമ്പോൾ നമ്മൾ പൂർത്തിയാക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള സെന്ററാണ് VFC എന്നുള്ളത്, പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളതാണ്. PVC എന്നുള്ളത് എസൻഷ്യൽ സർവീസിലുള്ള പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർക്കുള്ളതാണ്. ഇവർ രണ്ടു കൂട്ടരും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പോളിംഗ് നിയോഗിച്ച് കൊണ്ട് നൽകുന്ന പ്രൊസീഡിങ്സിൽ ആ ഉത്തരവിൽ തന്നെ അതിനോടൊപ്പം തന്നെ 12 എന്ന് പറഞ്ഞ ഫോം 12 അപേക്ഷ ഉണ്ടാവും. മറ്റേ ഉദ്യോഗസ്ഥന്മാര്, എസൻഷ്യൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാര് 12D എന്ന് പറഞ്ഞ അപേക്ഷ അവർ സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി PVC-യിലേക്കും VFC-യിലേക്കും വരുന്നത്. അങ്ങനെയുള്ളവരെ വോട്ട് ചെയ്യിക്കുന്ന ജോലിയാണ് നമ്മുടെ ജോലി. അപ്പൊ അതിനൊരു ടീം ഉണ്ടാകും ആ VFC-യിൽ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കും. അത് ഈ റിഹേഴ്സൽ ട്രെയിനിങ് നടക്കുന്ന കേന്ദ്രത്തിൽ ആയിരിക്കും തയ്യാറാക്കുക. അത് തന്നെ ജില്ലാതലത്തിൽ ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതാണ്. അവിടേക്കും ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിശ്ചിത ദിവസങ്ങളിൽ ഈ ട്രെയിനിങ് അവസാനിച്ചതിന് ശേഷം ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് ജില്ലാ കേന്ദ്രങ്ങളിൽ വന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജില്ലാ തലത്തിലുള്ള VFC അല്ലെങ്കിൽ PVC ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അവിടെയും ഇത്തരത്തിലുള്ള ഫോർമാലിറ്റീസ് ഒക്കെയാണ് നമ്മൾ ചെയ്ത് അവർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ ട്രെയിനിങ്ങിലൂടെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.
അല്ല നമ്മൾ കളക്ട് ചെയ്യാൻ അവിടെ അത് തന്നെ ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ പരിശീലന കേന്ദ്രമാണ്. അവിടെ തന്നെ ആയിരിക്കാം സ്ട്രോങ് റൂമും. അവിടെ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ വന്ന് നമ്മളിൽ നിന്നും അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അത് കൊണ്ട് കൊടുക്കേണ്ട അവിടെ കേന്ദ്രം അവിടുന്ന് കളക്ട് ചെയ്യും. നമുക്ക് രാവിലെ പറഞ്ഞിട്ടുള്ള രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് ഈ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ്. ശരി, ഓക്കെ.